Hi friends, welcome to Design Tips video. I am Lindsay. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫോട്ടോഷോപ്പിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫോട്ടോഷോപ്പ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം മെയിൻ ആയിട്ട് നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്ന ഫോട്ടോ എഡിറ്റിംഗിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റു പല ഡിസൈനിങ് വർക്കുകൾക്ക് നമുക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്റ്റുഡിയോയിലൊക്കെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ഡിസൈനിങ് സെന്ററുകളിലും മറ്റു പല വർക്കുകളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പ് പഠിച്ചതിന് ശേഷം ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് CS6 എന്ന വെർഷനാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങളും ഈ CS6 എന്ന വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് വർക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് Adobe Photoshop CS6 ഇന്റർഫേസ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കുറച്ച് ടൂൾസുകളൊക്കെ കാണാം. നമ്മൾ ഈ ടൂൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്. ഈ ടൂൾസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മെനൂസൊക്കെ കാണാം. ഈ മെനൂസിലൊക്കെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാം. നമുക്ക് ഈ ഓപ്ഷനെ കുറിച്ചൊക്കെ നമ്മൾ ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ റൈറ്റ് സൈഡിലും നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷനുകളൊക്കെ കാണാം. ഇവിടെ ഈ കാണുന്നതാണ് ലെയർ. ഈ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോഷോപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ ലെയറിനെ കുറിച്ച് നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടേക്ക് ഒരു ഇമേജിനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫയലിൽ പോവാം. ഇവിടെ ഈ ഫയലിനകത്താണ് നമ്മുടെ ഓപ്പൺ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഇമേജ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്ക് ഈ ഇമേജിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇമേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ലെയറിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇത് നമ്മുടെ ഇമേജ് പ്ലേസ് ആയിട്ടുള്ള ലെയറാണ്. ഈ ഒരു ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് മൂവ് ടൂളാണ്. നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഡോക്യുമെൻറ്റിലൊക്കെ ഉള്ള ഒബ്ജക്റ്റുകളെ നമ്മൾ മൂവ് ചെയ്യുക. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇമേജിനെ മൂവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ ഒരു വാർണിംഗ് മെസ്സേജാണ് വന്നത്. നമുക്കിവിടെ ഈ ഡോക്യുമെൻറ്റിനെ മൂവ് ചെയ്യാൻ കഴിയില്ലെന്നാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ലെയർ ലോക്ക്ഡ് ആണ്. ഈ ഇമേജ് ഡീഫോൾട്ടായിട്ട് ഇവിടെ ലോക്ക്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ആദ്യം അൺലോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു എഡിറ്റബിൾ ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ലോക്ക് ഐക്കണില്ല. നമുക്ക് ഇനി ഇമേജിനെ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇമേജിനെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാം. ഈ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഞാനിവിടെ ഇമേജിനെ കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെ മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു കണ്ണിൻ്റെ ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെയറിലുള്ള ഒബ്ജക്റ്റ് ഹൈഡ് ആകും. ഇനി ഞാനിവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലെയറിലുള്ള ഒബ്ജക്റ്റ് വിസിബിൾ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഇതേ ലെയറിൽ തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു കളർ ഫില്ല് ചെയ്യാം. അപ്പോൾ ലെയറിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് രണ്ടാമത്തെ ടൂളായിട്ടുള്ള നമ്മുടെ റെക്റ്റാങ്കുലർ മാർക്കിംഗ് ടൂളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാം. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഷേപ്പിലേക്ക് ഒരു കളർ ഫില്ല് ചെയ്യാം. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കളറിൻ്റെ രണ്ട് ഓപ്ഷൻസ് കാണാം. ആദ്യത്തെ ഓപ്ഷനകത്ത് ഗ്രീൻ കളർ ഓൾറെഡി സെലക്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷനകത്ത് വൈറ്റ് കളറും. ഈ ഒരു ബോക്സിന് നമ്മൾ പറയുന്നത് ഫോർഗ്രൗണ്ട് കളറെന്നും ഈ ഒരു ബോക്സിന് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു ഷേപ്പിന് കളർ കൊടുക്കാനോ അല്ലെങ്കിൽ സ്ട്രോക്ക് കൊടുക്കാനോ ഒക്കെ നമ്മൾ ഫോർഗ്രൗണ്ട് കളറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രേഡിയൻറ്റ് കളറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറും യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫോർഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ളൊരു വിൻഡോയാണ് വരിക. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കളർ പിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം കളറിൻ്റെ RGB വാല്യൂസും അതുപോലെ തന്നെ CMYK വാല്യൂസൊക്കെ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാവുന്നതാണ്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫോർഗ്രൗണ്ടിൽ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പിലേക്ക് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഷേപ്പിനകത്ത് ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് സെലക്ഷൻ ഇപ്പോഴും പോയിട്ടില്ല. നമുക്ക് ഈ സെലക്ഷൻ പോകാൻ വേണ്ടിയിട്ട് Ctrl+D പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സെലക്ഷൻ പോകുന്നതാണ്. ഇനി ഞാനിവിടുന്ന് മൂവ് ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മൂവ് ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് ആദ്യം നമ്മൾ ഈ ഇമേജിനെ മൂവ് ചെയ്ത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പിനെ ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഷേപ്പിനെ മാത്രമാണ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇമേജ് മൂവ് ആയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമേജും ഈ ഷേപ്പും ഒരേ ലെയറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഇമേജും അതുപോലെ തന്നെ ഷേപ്പുകളൊക്കെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ലെയറുകളിൽ പ്ലേസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് റിമൂവ് ചെയ്യാം.
അതിനായിട്ട് ഷോർട്ട് കീ ആയിട്ടുള്ള കൺട്രോൾ ഇസഡ് പ്രസ് ചെയ്യാവുന്നതാണ്. കൺട്രോൾ ഇസഡ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തവണ ഇത് അൺഡു ആവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കൂടുതൽ തവണ പുറകോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ആൾട്ട് ഇസഡ് പ്രസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കൺട്രോൾ ആൾട്ട് ഇസഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുൻപുള്ള സെലക്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഒരു തവണ കൂടി കൺട്രോൾ ആൾട്ട് ഇസഡ് പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്രീൻ കളറും പോയി. വീണ്ടും ഞാൻ കൺട്രോൾ ആൾട്ട് ഇസഡ് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റെക്റ്റാങ്കിൾ ഷേപ്പും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂ ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ലെയറിനകത്ത് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കളർ ഫില്ല് ചെയ്യാം. ഞാൻ വീണ്ടും റെക്റ്റാങ്കിൾ മാർക്കർ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടേക്ക് ഓൾട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് കളർ വീണ്ടും ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കളർ വന്നിട്ടുണ്ട്. ഞാൻ കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ട് ഈ സെലക്ഷൻ ഒഴിവാക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂവ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഷേപ്പിനെ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഷേപ്പിനെ മാത്രമായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മളിവിടെ ഈ ഷേപ്പിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലെയറിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെയർ യൂസ് ചെയ്യുന്നത്. ഇതുകൂടാതെ ലെയറിനകത്ത് മറ്റൊരുപാട് ഓപ്ഷനുകളുണ്ട്. ലെയറിൻ്റെ മറ്റ് ചില ബേസിക് യൂസുകളൂടി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻസ് കാണാം. ഇതിന് നമ്മൾ ബ്ലെൻഡിങ് മോഡ്സ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഈ ഓരോ മോഡ്സുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിഫോൾട്ടായിട്ട് നോർമൽ ബ്ലെൻഡിങ് മോഡായിരിക്കും വരിക. നമുക്ക് അടുത്ത മോഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഓരോ മോഡ്സും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലെൻഡിങ് മോഡ്സ് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാം. ഞാനിവിടെ നോർമൽ തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒപ്പാസിറ്റി ഓപ്ഷൻ കാണാം. ഇവിടെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഷേപ്പിൻ്റെ ട്രാൻസ്പെറൻസിയിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പം നമ്മൾ 0% ഒപ്പാസിറ്റി കൊടുക്കുന്ന സമയത്ത് ഈ ഷേപ്പ് നമുക്കിവിടെ കാണാൻ തന്നെ പറ്റുന്നില്ല. ഒപ്പാസിറ്റി നമ്മുടെ വർക്കിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് എഫക്ട്സ്. ഈ എഫക്ട്സിനകത്ത് ഒരുപാട് ലെയർ സ്റ്റൈലുകളുണ്ട്. ഈ ലെയർ സ്റ്റൈലുകളെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഓരോ വർക്കുകളിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. പിന്നെ അടുത്തായിട്ട് നമ്മൾ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ലെയർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ലെയറിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ളൊരു പോപ്പപ്പ് വരും. ഇവിടെ നമുക്ക് എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെയർ ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ ലെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഈ ലെയറിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരും ക്ലാസ്സുകൾ നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റെക്റ്റാങ്കിളിൻ്റെ മറ്റൊരു യൂസ് കൂടി നമുക്ക് നോക്കാം. ഞാൻ റെക്റ്റാങ്കിൾ മാർക്കർ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇമേജിൻ്റെ പോർഷൻ ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഷിഫ്റ്റ് കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ സ്ട്രെച്ച് ആവാതെ ഹൈറ്റും വിഡ്ത്തും ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഞാൻ ഷിഫ്റ്റ് കീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് സ്ട്രെച്ച് ആയി പോകും. ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒരേ ലെവലിൽ വരും നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇമേജിനെയും കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനെ മാത്രം നമുക്ക് കട്ട് ചെയ്ത് പുതിയൊരു ലെയറിൽ പേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ എഡിറ്റിൽ പോകുന്നുണ്ട്. എഡിറ്റിൽ കട്ട് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഷോർട്ട് കീ ആയിട്ടുള്ള കൺട്രോൾ എക്സ് യൂസ് ചെയ്താലും മതി. നമുക്ക് കട്ട് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പോർഷൻ കട്ടായിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്ന് നമ്മൾ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ കട്ട് ചെയ്ത പോർഷൻ നമുക്ക് ഈ ലെയറിൽ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും എഡിറ്റിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് പേസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഷോർട്ട് കീ ആയിട്ടുള്ള കൺട്രോൾ വി പ്രസ് ചെയ്താലും മതി. നമുക്ക് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ മുൻപ് കട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്തല്ല ഇത് പേസ്റ്റ് ആയിരിക്കുന്നത്, കുറച്ച് മാറിയിട്ടാണ്. നമുക്ക് ഇതേ സ്ഥലത്ത് തന്നെ പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും എഡിറ്റിൽ പോവാം. ഇവിടെ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷം പേസ്റ്റ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഷോർട്ട് കീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഷിഫ്റ്റ് കൺട്രോൾ വി സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് തന്നെ പ്ലേസ് ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ അൺഡു ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കുലർ മാർക്കർ ടൂൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ടൂൾസുകൾ നോക്കാം.
അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കാം.